അമ്മയും മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നമസ്കാരം. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചുങ്കം സ്വദേശിയായിട്ടുള്ള നോബിയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷൈനിയുടെ 10-11 വയസ്സുള്ള അലീനയും ഇവാനയുമാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഇത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നായിരുന്നു എന്നാണ് പരാതി ഉയർന്നത്. ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് ഇവർ ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലെത്തി ചുങ്കത്ത് നിന്നും ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അതിവേഗം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ്, കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെയധികം വലിയ ദ്രോഹമായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തലകുമ്പിട്ടിരുന്ന് വിങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ CI പറഞ്ഞത്. കുറ്റബോധത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു, അങ്ങനെ തൻ്റെ ഭാര്യയും 2 മക്കളെയും നഷ്ടമായി, അതിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് അയാൾ ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് വിശദമായി തന്നെ അയാളെ ചോദ്യം ചെയ്തു. അവസാനം താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ പറഞ്ഞു, മർദ്ദിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇതോടുകൂടിയിട്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളെ റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇയാൾക്കെതിരെ കരിങ്കുന്നം പോലീസിലും കേസുണ്ട്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമുണ്ടായിരുന്നു, അതിന് പരാതി അയാൾക്കെതിരെയുണ്ട്. കൂടാതെ ഈ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ചിലവിന് കൊടുക്കുന്നില്ല എന്നടക്കമുള്ള കേസും ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കൂടുതൽ അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും ഇയാളുടെ സഹോദരനായിട്ടുള്ള ബോബി ചേരിയിൽ എന്ന ഫാദറിനെതിരെ, ഓസ്ട്രേലിയയിലുള്ള അച്ഛനെതിരെ പോലീസ് കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഭയ്ക്കെതിരെയുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളുമൊക്കെ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഈ അച്ഛനെ ഇതിനകത്ത് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെപ്പറ്റി പോലീസ് ആലോചിക്കുകയുള്ളൂ, തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നോബിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നോബി പലപ്പോഴും ഈ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് പോലീസിനോട് സംസാരിച്ചതെന്നാണ് ഏറ്റുമാനൂർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാട് TV.